നമസ്കാരം. 9 മണി ഒറ്റനോട്ടം ആരംഭിക്കും. പരാതിക്കാരിക്കൊപ്പമല്ല ഡിവൈഎഫ്ഐ. പി.കെ. ശശി എം.എൽ.എക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ കൈവിട്ട് ഡിവൈഎഫ്ഐ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. യുവതിയെ പിന്തുണച്ച നേതാക്കളെ ഡിവൈഎഫ്ഐ തരം താഴ്ത്തി. നടപടിയിൽ പ്രതിഷേധിച്ച് പരാതിക്കാരി ഡിവൈഎഫ്ഐ നേതൃസ്ഥാനങ്ങൾ രാജിവെച്ചു. സംസ്ഥാന നേതൃത്വത്തെ പ്രതിഷേധം അറിയിക്കാനും ധാരണ. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളുടെ അടക്കം പ്രതികരണമൊക്കെ ലഭ്യമായി വരുന്നുണ്ടോ? രഞ്ജിനി, ഇത് സംബന്ധിച്ച് CPM-ന്റെ ജില്ലാ നേതൃത്വം ആരും തന്നെ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ നേരത്തെ പി.കെ. ശശിക്കെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ ആ പരാതി നൽകിയത് തൊട്ടു മുതൽ ഇന്നലെ വരെയുള്ള സംഭവങ്ങളിൽ തീരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഈ പരാതിക്കാരിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഇവരെ പിന്തുണച്ചതിന്റെ പേരിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ ജില്ലാ സമിതിയിലേക്ക് തരം താഴ്ത്തി. അതോടൊപ്പം തന്നെ പി.കെ. ശശിയെ പിന്തുണച്ച ആളുകളെ ജില്ലാ വൈസ് പ്രസിഡന്റാക്കി മാറ്റുകയും ചെയ്തു. വലിയ പ്രതിഷേധമാണ് ഈ ഡിവൈഎഫ്ഐക്ക് അകത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതൊന്നും തന്നെ ഒരു പരസ്യമായ പ്രതികരണത്തിലേക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് മാത്രം. ഈ രാജിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പരാതിക്കാരി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ തന്റെ ഈ നടപടികളിലുള്ള അമർഷവും അതൃപ്തിയുമെല്ലാം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ വിഷയങ്ങളിലുള്ള അതൃപ്തിയും ഇവർ അറിയിച്ചിരുന്നു. ഇവരെ കമ്മിറ്റികളിൽ നിന്നും ഒഴിവാക്കുന്നു. ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയാണ് ഇവരും. പക്ഷേ ബ്ലോക്ക് കമ്മിറ്റികളോ ഒന്നും തന്നെ ഇവരെ അറിയിക്കാറില്ല. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പരാതിക്കാരി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതിലൊന്നും തന്നെ കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇന്നലെ നടന്ന പുനഃസംഘടനയിൽ ഈ പരാതിക്കാരിയോടൊപ്പം ഉറച്ചു നിന്ന ആളെ സംഘടനയിൽ നിന്നും തരം താഴ്ത്തുന്ന ഒരു സമീപനവും സ്വീകരിച്ചിരുന്നു. ഇതിലെല്ലാം തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. പക്ഷേ പരസ്യമായ ഒരു പ്രതികരണത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ലെയോ DYFI-ലെയോ നേതാക്കൾ ആരും തന്നെ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണുള്ളത്. ഈ പരാതിക്കാരി ഇനി എന്ത് നടപടി സ്വീകരിക്കണം എന്ന് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. കൂടിയാലോചനകൾ നടക്കുകയാണ്. നിയമപരമായി നീങ്ങണോ അല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സംഘടനാപരമായി തന്നെ ഇനിയും മുന്നോട്ട് പോകണോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ കൂടിയാലോചനകൾ നടക്കുന്നു. മാധ്യമപ്രവർത്തകൻ എ സജീവൻ നമ്മോടൊപ്പം ചേർന്നു. ശ്രീ എ സജീവൻ, എന്തായാലും ഇവിടെ യുവതിയെ പിന്തുണച്ചെത്തിയവരെല്ലാം പാർട്ടി ജില്ലാ കമ്മിറ്റി പുനഃസംഘടിച്ചപ്പോൾ തരം താഴ്ത്തിയ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒപ്പം തന്നെ ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ യുവതിയെ അധിക്ഷേപിച്ചെത്തിയവർക്കെല്ലാം പുതിയ സ്ഥാനക്കയറ്റം, ശശി അനുകൂലികൾക്കെല്ലാം സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും ഒരു പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം പാർട്ടി എപ്പോഴും നിൽക്കേണ്ടത് പീഡനം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുന്ന മനുഷ്യർക്ക് വേണ്ടി. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം തന്നെ. ആ പാർട്ടി അത് ഇല്ലാത്തവന് വേണ്ടിയിട്ട്, ദുരിതങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒന്നാണ് ആ പ്രസ്ഥാനം തന്നെ. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെയും ദുരിതം അനുഭവിക്കുന്നവന്റെയും ഒക്കെ ഒപ്പം നിൽക്കേണ്ടതാണ്. അവന്റെ കണ്ണീരൊപ്പുകയും അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവനെ സഹായിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളുടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കുക. അവരുടെ ഞങ്ങളുണ്ട്, നമ്മൾ ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ സ്ത്രീകളെ കൊണ്ട് മതില് പിടിപ്പിച്ചിട്ടോ ചങ്ങല പിടിപ്പിച്ചിട്ടോ കാര്യമില്ല. ഇതിനപ്പുറത്ത് സ്ത്രീകളുടെ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങളുണ്ട് എന്ന് വരുമ്പോൾ ആ സ്ത്രീക്ക് മാത്രമല്ല മറ്റുള്ള എല്ലാ സ്ത്രീകൾക്കും എല്ലാ വനിതകൾക്കും അതൊരു ആവേശമായി. ഞങ്ങൾക്ക് എപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ പാർട്ടി ഒപ്പമുണ്ടാകും. ഇത് പീഡകരുടെ കൂടെ അല്ല ഉണ്ടാവുക, ഞങ്ങൾക്കൊപ്പം പീഡിതരുടെ കൂടെയാണെന്നുള്ള ഒരു തോന്നലുണ്ടാവണം. അതുണ്ടാവാത്തിടത്തോളം കാലം അത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായാലും എന്തിന്റെ ഭാഗമായാലും അതുണ്ടാക്കുന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ പെൺകുട്ടി ഒരിക്കൽ പോലും പാർട്ടിയെ അവഹേളിക്കാനല്ലല്ലോ ഈ പരാതി കൊടുത്തിട്ടുള്ളത്. പാർട്ടി മോശം എന്നുള്ള നിലയ്ക്കല്ലല്ലോ. അപ്പൊ ഒരു വ്യക്തി പാർട്ടിയുടെ മെമ്പറും പാർട്ടി നിയോഗിച്ച് സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ച ജനപ്രതിനിധിയുമായ ഒരു വ്യക്തിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള മോശമായ പ്രതികരണം, ആ പ്രതികരണത്തിന്റെ ഇതാണ്. അത് നടന്നു, അത്തരം പീഡനങ്ങൾ ഉണ്ടായി എന്നുള്ള പാർട്ടി തന്നെ വെച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷന് ബോധ്യമായതാണ്. അവർ പിന്നീട് എങ്ങനെയാണ് പുറത്തു പറഞ്ഞുള്ള കാര്യം വേറെ. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവരോടൊപ്പമാണ് നിൽക്കുക. ഇപ്പൊ ഇത് കൊടുക്കുന്ന സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒപ്പം നിൽക്കാൻ, കണ്ണീരൊപ്പാൻ, അല്ലെങ്കിൽ സഹായിക്കാൻ, നിയമപരമായിട്ട് പോരാട്ടം നടത്താൻ പാർട്ടി ഉണ്ടാകില്ല എന്നൊരു തോന്നലുണ്ടാകും. ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന
ഈ പാർട്ടിയോട് അനുഭാവമുള്ള ധാരാളം എത്രയെത്ര ലക്ഷക്കണക്കിന് സ്ത്രീകളില്ലേ, അവർക്കൊക്കെ ഇപ്പൊ തൽക്കാലം പാർട്ടിയുടെ ഭാഗമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതാണ് ഉണ്ടാവുക എന്നുള്ള മനസ്സിൽ അവരുടെ ഇതുണ്ട്. അത് പലപ്പോഴും ഏതൊരു പ്രസ്ഥാനത്തിനാണെങ്കിൽ അത് പിന്നീട് വലിയ അതാണ് സജീവൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാനവും സ്ത്രീപക്ഷവാദവും ഒക്കെ പറഞ്ഞ പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും ഒക്കെ രംഗത്തെത്തുമ്പോഴാണ് ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകയ്ക്ക് തന്നെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നത് തന്നെയല്ലേ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു കാണേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നവോത്ഥാനം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകൾ ഇപ്പൊ കേരളത്തിൽ മൊത്തമായിട്ട് സ്ത്രീകളെ നിർത്തിയിട്ട് മനുഷ്യമതിൽ സ്ത്രീ മതിൽ ഉണ്ടാക്കിയതുകൊണ്ടോ കാര്യമില്ല. മതിൽ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മുമ്പിൽ സ്ത്രീകളുടെ സംരക്ഷിക്കാനുള്ള ഒരു മതിലായിട്ട് പാർട്ടി നിൽക്കുക. അങ്ങനെയാവുമ്പോഴാണ് സ്ത്രീ അത് നവോത്ഥാനത്തിന്റെ ഭാഗമാവുക, സ്ത്രീ സംരക്ഷണത്തിന്റെ ഭാഗമാവുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അതല്ലാതെ ഞങ്ങളുണ്ട്, എത്ര വനിതാ പ്രസ്ഥാനമുണ്ട്, വനിതാ പ്രസ്ഥാനത്തിൽ ഇത്രയധികം ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. വനിതാ പ്രസ്ഥാനമായിട്ട് വരണമെങ്കിൽ അത് വനിതകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായിരിക്കണം. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആണല്ലോ ഇവിടെ വനിതാ കമ്മീഷനുള്ളത്. വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് വെറുതെ നോക്കുകുത്തിയായിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ ഓരോ പാർട്ടിയാണെങ്കിലും ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രസ്ഥാനങ്ങളും വകുപ്പുകളും ആണെങ്കിലും ഒക്കെ അത് ആർക്കാണോ ഇരയാരാണോ ആ ഇരയ്ക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കോടതി ഇരയുടെ ഭാഗം വിട്ടുകൊണ്ട് പിന്നെ പീഡിപ്പിക്കുന്ന ആളുടെ അല്ലെങ്കിൽ കൊലയാളിയുടെ ഭാഗത്തൊക്കെ നിൽക്കുന്നൊരു അവസ്ഥ വന്നുള്ള സ്ഥിതി ആലോചിച്ച് നോക്കും. ഇതേപോലെ തന്നെ കോടതിയുടെ അതേ കാര്യം തന്നെയാണ് ഇവിടെ നീതിപീഠം ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ പാർട്ടികൾ ചെയ്യേണ്ടത്. കാരണം ഇരയുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്. അതല്ലാതെ ആകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ നിന്നപ്പോൾ നമുക്കൊന്നും അവരെ കൊണ്ട് തല്ലി പഴിപ്പിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ബലം പ്രയോഗിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് പിൽക്കാലത്ത് ആ ഒരു പ്രസ്ഥാനം തകരാൻ, നശിച്ചു പോകാനുള്ള ഏറ്റവും വലിയ മാർഗം ഒരു വഴിയായിട്ട് ഒരു പ്രശ്നമായിട്ട് അവിടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നടപടിക്രമം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു സംഭവം ഉണ്ടായപ്പോൾ യുവതി പാർട്ടിക്ക് പരാതി നൽകുന്നു, പാർട്ടി അന്വേഷണ കമ്മീഷനെ വെക്കുന്നു, AK ബാലനും PK ശ്രീമതിയും അധ്യക്ഷനായുള്ള കമ്മീഷൻ വരുന്നു, അവർ അന്വേഷിക്കുന്നു, PK ശശി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും 6 മാസത്തേക്ക് സസ്പെൻഷൻ നൽകുകയും ചെയ്യുന്നു. ആ സസ്പെൻഷന്റെ കാലാവധി കഴിയാൻ പോകുന്നു. അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ നിൽക്കുന്ന സാഹചര്യം ഏത് ഘടകത്തിലേക്ക് എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ സംശയമുള്ളത്. ഇതെല്ലാം തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടിക്രമം മാത്രമായി വേണ്ട ഇതിനെയൊക്കെ കാണാൻ. തീർച്ചയായിട്ടും അതൊരു വലിയ ശിക്ഷയായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഇതിന് വേറെ രീതിയിൽ കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഈ പെൺകുട്ടി പാർട്ടിക്ക് പരാതി കൊടുക്കുന്നതിന് പകരം നിയമപരമായിട്ട് ചെയ്യേണ്ട എന്താണ്, പോലീസിൽ പരാതി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഒരു വനിതയെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് കേസ് എടുക്കും. പിന്നെ പോലീസിന് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നൊരവസ്ഥ വരും. എന്നിട്ട് പോലും അതിന് തയ്യാറാവാതെ തനിക്കുണ്ടായിട്ടുള്ള ഈ ദുരനുഭവം വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടായിട്ട് പോലും അങ്ങനെ പാർട്ടിക്കൊരു ചീത്തപ്പേരാവരുത് എന്നുള്ള രീതിയിൽ പാർട്ടിക്ക് പരാതി കൊടുക്കണം. എന്നിട്ട് പോലും പരിഗണിക്കപ്പെട്ടില്ല ആദ്യഘട്ടത്തിൽ. പിന്നീട് നമുക്കറിയാലേ എവിടെയാണ് ഇത് പരിഗണിക്കപ്പെടുന്ന അവസ്ഥ. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് വരെ പോയിട്ടാണ് ഇത് അവസാനം പരിഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നത്. ഇതിവിടെ കേരളത്തിൽ പൂർണ്ണമായിട്ട് അവഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നു. അപ്പോ ഈ അത്രയും ചെയ്തു പാർട്ടിയോടുള്ള ഒരു കൂറാണ് നമ്മൾ കാണേണ്ടത്. ആ പെൺകുട്ടി പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പോലീസിൽ പോവാതിരുന്നത്. പാർട്ടിക്കൊരു ചീത്തപ്പേരുണ്ടാവരുതെന്ന് വിചാരിച്ച് പോലീസിൽ പോവാതിരുന്നിട്ടും ശരിക്കും പാർട്ടി എടുക്കേണ്ട നടപടിയിലേക്ക് പോയില്ല. ശരിക്കും ഇങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ഏത് പാർട്ടിയാണെങ്കിലും ചെയ്യേണ്ടത് നേരെ പോലീസിലേക്ക് റെഫർ ചെയ്യരുത്. അങ്ങ് ഈ MLA ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഒരു ഇത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണല്ലോ ഈ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ഗാർഹിക പീഡനത്തിൽ പോലും ഉണ്ടല്ലോ, സ്വന്തം ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ഒക്കെ ഒരു വനിതയ്ക്ക് തിക്താനുഭവം മോശമായിട്ടുള്ള ഇതുണ്ടെങ്കിൽ, പീഡനങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗാർഹിക പീഡന നിയമപ്രകാരം കേസെടുക്കുമ്പോൾ അത് ആ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയില്ലേ, അവർക്കൊരു കേസെടുക്കില്ലേ. അപ്പൊ ഇത് അത്ര പോലും പോവാതെ പാർട്ടിയാണ് വലുത് എന്ന് വിചാരിച്ച ഒരാളോട് ഈ രീതിയിൽ പെരുമാറാൻ പാടില്ലായിരുന്നു. ശരിയായ രൂപത്തിൽ മാതൃകാപരമായിട്ട് തെറ്റാര് ചെയ്താലും മാതൃകാപരമായിട്ട് ശിക്ഷിക്കാനുള്ള നടപടിയിലേക്ക് പോകാനാണ് ഏതൊരു പാർട്ടി പ്രസ്ഥാനവും, ഇത് ഇന്ന പാർട്ടി എന്നല്ല ഏതൊരു പ്രസ്ഥാനവും ചെയ്യേണ്ടത്. പക്ഷെ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനവും ഒരു പാർട്ടി ഇത്തരം കാര്യങ്ങളും ചെയ്യാറില്ല. ഇതിപ്പോ CPM-ന്റെ കാര്യത്തിലാണെന്ന് മാത്രമല്ല, എല്ലാ ആളുകളും മൂടി വെക്കുകയും ഒളിച്ചു വെക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ പീഡകന്മാരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്ന ഒന്നായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി സജീവൻ, താങ്കളുടെ പ്രതികരണത്തിന്. PK ശശി MLA-ക്കെതിരായ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ കൈവിട്ട് DYFI
ആ നടപടിക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യം കൂടിയാണ് നിലവിലുണ്ടായിട്ടുള്ളത്. യുവതിയെ പിന്തുണച്ച നേതാക്കളെ ഡിവൈഎഫ്ഐ തരം താഴ്ത്തുന്ന സാഹചര്യം കൂടി പാലക്കാട് ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. വിവരങ്ങളാണ് പ്രസാദ് നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ബംഗാളിലെ ഡോക്ടർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ന് IMA ദേശവ്യാപകമായി പണിമുടക്കുന്നു. ഡോക്ടർമാർ നേരിടുന്ന അതിക്രമങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് ആവശ്യം. എയിംസിലെ ഡോക്ടർമാരും ഇന്ന് അനിശ്ചിതകാല സമരം ആരംഭിക്കും. മമതാ ബാനർജി ഇന്ന് ഡോക്ടർമാരുമായും കൂടിക്കാഴ്ച നടത്തിയേക്കും. ഡോക്ടർമാർക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് അടിയന്തര ഇടപെടൽ വേണമെന്നും സുരക്ഷയൊരുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എയിംസിലെ ഡോക്ടർമാരും ഇന്ന് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നതോടെ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റും. കഴിഞ്ഞ വെള്ളിയാഴ്ച റെസിഡന്റ് ഡോക്ടർമാർ പണിമുടക്കിയതിനെ തുടർന്ന് എയിംസിലെ പ്രവർത്തനം താറുമാറായിരുന്നു. അതിനിടെ ബംഗാളിൽ പ്രശ്നപരിഹാരത്തിനായുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ ശക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ അടച്ചിട്ട മുറിയിലുള്ള ചർച്ചയല്ല വേണ്ടതെന്നും ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ചർച്ച എപ്പോൾ വേണമെന്നും എവിടെ വെച്ച് വേണമെന്നും മമതാ ബാനർജിക്ക് തീരുമാനിക്കാം. സുതാര്യമാകുന്നതിനും ഉറപ്പുകൾ ലംഘിക്കാതിരിക്കുന്നതിനും ചർച്ചയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തണമെന്നുമാണ് ഡോക്ടർമാരുടെ നിലപാട്. ഡോക്ടർമാർ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചതോടെ ഇന്ന് മുഖ്യമന്ത്രി ഡോക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 ഡൽഹി. ബംഗാളിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച IMA ദേശവ്യാപകമായി ആഹ്വാനം ചെയ്ത മെഡിക്കൽ സമരം കേരളത്തിലും പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ OP ബഹിഷ്കരിച്ച് ഡോക്ടർമാർ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ്. സ്വകാര്യ ആശുപത്രികളിലും ഡോക്ടർമാർ പണിമുടക്കിലാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും കോഴിക്കോട് നിന്ന് സനോജ് സുരേന്ദ്രനും ചേരുന്നു. സനോജ്, എന്തായാലും അത്യാഹിത വിഭാഗത്തെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും സർക്കാർ ആശുപത്രികളിലടക്കം 10 മണിവരെ OP ബഹിഷ്കരിച്ചുള്ള ഒരു പ്രതിഷേധമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മഴക്കാലമാണ്, രോഗങ്ങളുടെ കാലം കൂടിയാണ്. ആശുപത്രികളിലെ രാവിലത്തെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്? സനോജ, കേൾക്കാമെങ്കിൽ. രഞ്ജിനി, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 10 മുതൽ 11 മണി വരെ OP ബഹിഷ്കരിക്കുവാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. ഒപ്പം 10 മണിക്ക് കളക്ട്രേറ്റിലൊരു സമരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ദിവസം പൊതുവെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ OP ടിക്കറ്റ് വാങ്ങുവാൻ വേണ്ടിയുള്ള ആളുകളുടെ നീണ്ട നിരയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും ഇന്ന് സമരമാണെന്നുള്ള വിവരം അറിയാതെ തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒപ്പം ദന്തൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദന്തൽ വിഭാഗം ഡോക്ടർമാർ അവരുടെ ക്ലിനിക്കുകൾ സംസ്ഥാന വ്യാപകമായി നടത്തിടുവാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ രാവിലെ 8 മണി മുതലാണ് OP ബഹിഷ്കരിക്കുന്നത്. ഒപ്പം സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ പൂർണ്ണമായും ഇന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലാണ് ഈ സമരം മാറുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ രോഗവിവരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവിടെ ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരത്തെ സംബന്ധിച്ച് അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം. ഇത് ഇന്ന് ഇത്തരമൊരു സമരമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു? അറിഞ്ഞിരുന്നു. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടേക്ക് വന്നത്. ഇന്ന് എന്തായാലും കാണിക്കാൻ പറഞ്ഞ ദിവസം, അഥവാ ഉണ്ടെങ്കിൽ കാണിക്കാൻ വിചാരിച്ച് വന്നത്. സമരം ഇല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ വിചാരിച്ച് വന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഡോക്ടറെ കാണണമെന്നുള്ള വിശ്വാസം തന്നെയാണ് വന്നത്. അതെ, വന്നത്. ചേച്ചി ഇന്ന് സമരമാണെന്ന് അറിഞ്ഞിരുന്നു? ഇല്ല, അറിഞ്ഞിട്ടില്ല. എപ്പോഴാണ് സമരമാണെന്നുള്ളത്? ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഇന്ന് 10 മണി വരെ സമരമാണെന്നുള്ളത്. അപ്പം ഇന്ന് എന്തായാലും കാണിക്കേണ്ട ദിവസം എന്നെ കൊണ്ട് പോകുന്നതാണ്. എവിടെ നിന്നാണ് വരുന്നത്? പാലാഴി. സമരമാണെന്ന് അറിഞ്ഞിരുന്നു? ഇല്ല. എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ കൊണ്ടോട്ടി. ഡോക്ടറെ കാണാൻ വേണ്ടി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്? അതെ. അതാണ് രഞ്ജിനി, ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. വളരെ ദൂരത്തു നിന്നുമാണ് ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. പല ആളുകളും ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു സമരമാണ് എന്ന വിവരം അറിയുന്നത് തന്നെ. 10 മണി മുതൽ 11 മണി വരെയാണ് OP ബഹിഷ്കരിക്കുന്നത് എങ്കിലും അത് ആശുപത്രിയുടെ ഇന്നത്തെ പ്രവർത്തനത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ആശുപത്രിയുടെ പ്രവർത്തനത്തെ ഈ ഒരു സമരം വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഉമേഷ്, എന്തായാലും കോഴിക്കോട്ടെത്തിയ രോഗികൾ അധികവും സമരമാണെന്ന് ആശുപത്രിയിൽ എത്തിയ ശേഷം മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. എന്താണ് തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം?
തിരുവനന്തപുരത്ത് സാഹചര്യം സമാനം തന്നെയാണ്. രാവിലെ മുതൽ തന്നെ സമരമാണെന്നറിയാതെ നിരവധി പേരാണ് സർക്കാർ പ്രൈവറ്റ് ആശുപത്രികളിൽ എത്തുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തന്നെ IMAയുടെ അംഗങ്ങളായ ഡോക്ടർമാർ സമരം നടത്തുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിൽ KGMAയുടെ നിർദ്ദേശപ്രകാരം രാവിലെ 8 മണി മുതൽ 10 മണി വരെയാണ് OP വാർഡ് ഡ്യൂട്ടികളടക്കം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ നിരവധി പേർ OP ടിക്കറ്റ് എടുത്തും ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാനാകുന്നുണ്ട്. ഇതോടൊപ്പം ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ രാവിലെ 10 മണി മുതൽ 11 മണി വരെ OP വാർഡ് ഡ്യൂട്ടികൾ ബഹിഷ്കരിക്കും. എല്ലാ ഡോക്ടർമാരും അത്യഹിത ശസ്ത്രക്രിയ ഡ്യൂട്ടികൾ ഒഴിവാക്കുന്നില്ല. അവിടെ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി അത്തരത്തിൽ ശസ്ത്രക്രിയ ഡ്യൂട്ടിയും അത്യഹിത ഡ്യൂട്ടിയും നടത്തുന്നുണ്ട്. എന്തായാലും നിരവധി പേർ ഇപ്പോഴും ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടാ കുറേ സമയമായോ? രാവിലെ എത്ര മണിക്കെത്തി? രാവിലെ 6 മണിയാകുമ്പോൾ എത്തി. സമരമാണെന്ന് അറിഞ്ഞിട്ടാണോ? അല്ല, നമ്മൾ അറിഞ്ഞില്ല, വാർത്ത കണ്ടില്ല. എങ്ങനെയാണ് സമരമാണെന്ന് അറിഞ്ഞിട്ടാണ്? ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുന്നതാണ്. എന്താ അവസ്ഥ ചേച്ചി? എങ്ങനെ ഒരുപാട് സമയമായോ ഇരിക്കുന്നത്? അറിഞ്ഞിരുന്നോ സമരമാണ്? ഇനിയിപ്പോൾ 10 മണിയോടുകൂടി തുടക്കുന്നു തോന്നുന്നത്. എവിടുന്നാ വരുന്നത്? പാലോട്. അപ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചാണോ വരുന്നത്? അറിഞ്ഞിട്ടാണോ വന്നത്? അല്ല. എന്താ ചെയ്യാ? വെയിറ്റ് ചെയ്യാൻ തീരുമാനം? എന്താ 10 മണിക്ക് വരുമെന്ന് പറയുന്നു, അതുകൊണ്ട് നിൽക്കുന്നു. രഞ്ജിനി, ദൂര സ്ഥലങ്ങളിൽ നിന്നടക്കം രാവിലെ മുതൽ തന്നെ ഇവിടെ ഡോക്ടറെ കാണാൻ ആളുകൾ എത്തിയിരുന്നു. അവരാണ് ഈ ഇരിക്കുന്നത്. നിരവധി പേരുടെ ഇരിപ്പുണ്ട്. അമ്മ എങ്ങനെ കുറേ സമയമായോ വെയിറ്റ് ചെയ്തിരിക്കും? 5 മണിക്ക് വന്നത്, ഇപ്പോൾ മണി 9:45. ഇതുവരെ ഡോക്ടറെ കണ്ടില്ല. ഞങ്ങളെ ബുദ്ധിമുട്ടൊന്നും അവരറിയുന്നില്ല. ക്യൂ ആണ് സർക്കാർ ആശുപത്രികളടക്കം രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നത്. പലരും ഇന്ന് സമരമാണെന്ന് അറിയാതെയാണ് രാവിലെ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും സർക്കാർ ആശുപത്രികളടക്കം പകൽ 10 മണി വരെയാണ് OP ഡോക്ടർമാർ ബഹിഷ്കരിക്കുന്നത്. വിശദാംശങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണനും സനോജും നൽകിയത്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ 17ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് തുടങ്ങും. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. ജൂലൈ 5-നാണ് ഈ സർക്കാരിന്റെ പ്രഥമ ബജറ്റ്. മുത്തലാഖ് അടക്കം 10 ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കും. 2-2 പിളർപ്പ് പൂർത്തിയായ കേരള കോൺഗ്രസിൽ ഇരുവിഭാഗവും നിയമ നടപടികളിലേക്ക്. നിയമോപദേശം തേടാൻ ജോസഫ് വിഭാഗം തീരുമാനിച്ചു. PJ ജോസഫ്, CF തോമസ്, മോൻസ് ജോസഫ് എന്നിവർ ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ തുടങ്ങി. വിവരങ്ങളുമായി VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, എന്തായാലും ജോസഫ് വിഭാഗമായാലും ജോസ് കെ മാണി വിഭാഗമായാലും നിയമ നടപടികളിലേക്ക് തന്നെയാണോ പോകുന്നത്? എന്താണ് വിശദാംശങ്ങൾ? കേരള കോൺഗ്രസ് എമ്മിൽ പിളർപ്പിന് ശേഷം ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയാണ്. PJ ജോസഫ് വിഭാഗം നിയമോപദേശം തേടാനാണ് അവരുടെ തീരുമാനം. അവർ പ്രധാനമായും ഉന്നയിക്കുന്ന വാദം ഭരണഘടനാ വിരുദ്ധമായാണ്, പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ് ജോസ് കെ മാണി സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്തതും തുടർന്ന് ചെയർമാനെ തിരഞ്ഞെടുത്തതും. ഇതിൽ ഭരണഘടനയുടെ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജോസഫ് വിഭാഗത്തിന് മുന്നിലുള്ളത്. ഇതിൽ നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ഇതിന് മുന്നോടിയായി CF തോമസ് അടക്കമുള്ളവരുമായി ഇന്ന് അദ്ദേഹം ചർച്ച നടത്തും. PJ ജോസഫും മോൻസ് ജോസഫും CF തോമസും ഇന്ന് രാവിലെ ഫോണിലൂടെ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഇന്ന് നിയമസഭ പിരിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനു മുൻപേ 3 പേരും ഒന്നിച്ചിരുന്ന് കൂടിയാലോചനകൾ നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടെ PJ ജോസഫ് വിഭാഗത്തിനെതിരെ പരസ്യ പ്രതികരണവുമായി റോഷി അഗസ്റ്റിനും N ജയരാജും ഇന്ന് രാവിലെ വീണ്ടും രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം ഇന്ന് ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പാർലമെന്ററി പാർട്ടി യോഗം ഒരുപക്ഷെ വിളിച്ചേക്കാം. അത്തരത്തിൽ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചാൽ പങ്കെടുക്കുമോ എന്നായിരുന്നു റോഷിയോടും അതോടൊപ്പം തന്നെ ജയരാജനോടും ഉള്ള പ്രധാന ചോദ്യം. എന്നാൽ അവർ നൽകിയ മറുപടി ഇനി പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാനുള്ള അധികാരം അത് ചെയർമാനാണ്. ചെയർമാന്റെ അസാന്നിധ്യത്തിൽ, അതായത് ജോസ് കെ മാണിയുടെ അസാന്നിധ്യത്തിൽ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചാലും അതിൽ പങ്കെടുക്കില്ല എന്ന് ഇവർ വ്യക്തമാക്കി. ഏതായാലും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നു. അത് മുന്നണിയെ ബാധിക്കില്ല എന്ന് ഇരു വിഭാഗങ്ങളും പറയുന്നു. പക്ഷെ അപ്പോഴും നിയമ നടപടികളിലേക്ക് ജോസഫ് പോകുമ്പോൾ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ജോസ് കെ മാണി വിഭാഗം. രഞ്ജിനി, ശരി കാർത്തിക്. നിയമസഭയിൽ കേരള കോൺഗ്രസ് കക്ഷി നേതാവ് PJ ജോസഫ് തന്നെയാണ് എന്ന് റോഷി അഗസ്റ്റിൻ MLA. തർക്കം ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു എന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. പാർട്ടിയുടെ സീനിയർ ലീഡറാണ് അദ്ദേഹം. ആ നിലയിൽ തന്നെയാണ് പാർട്ടി ലീഡർ. മാണി സാർ വഹിച്ചിരുന്ന പദവി തന്നെയാണല്ലോ. നിയമസഭയ്ക്കകത്ത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും
പ്രതിപക്ഷത്തിൻ്റെ വാക്കൗട്ട് പ്രസംഗത്തിൽ ജോസഫ് സാർ പ്രസംഗിച്ചിറക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങിപ്പോരുമല്ലേ? പ്രസംഗം ആര് വേണം നിയമസഭയിൽ? ഞങ്ങൾ നേരത്തെ കൂടി ഒരുമിച്ചിരുന്ന് നിശ്ചയിച്ചല്ലോ ആരൊക്കെ നിയമസഭയിൽ പ്രസംഗിക്കണം, എങ്ങനെയാവണം. അസംബ്ലി നടപടിക്രമങ്ങളിലോ ഇത്തരം വിഷയങ്ങളിലോ ഒന്നും ഒരു വിഷയം ഉണ്ടായിട്ട് തോന്നിയില്ല. സൗമ്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മറ്റാർക്കും പങ്കില്ല എന്ന പ്രതി അജാസിന്റെ മൊഴി. സൗമ്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ലക്ഷ്യം. കൊലയ്ക്ക് കാരണം പ്രണയപരാജയമാണെന്നും അജാസ് മൊഴി നൽകി. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രഞ്ജിനി, വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് മജിസ്ട്രേറ്റിന് അജാസ് നൽകിയിരിക്കുന്ന മൊഴി. ഇക്കാര്യത്തിൽ പറയുന്നത് കാലങ്ങളായി നേരത്തെ തന്നെ സൗമ്യയുമായുള്ള പരിചയമുണ്ടായിരുന്നു, അടുത്ത സൗഹൃദമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താൻ പണം സൗമ്യക്ക് നൽകിയിരുന്നു. വിവാഹാഭ്യർത്ഥന നടത്തി. ഇത് നിരസിച്ചതോടെയാണ് കൊലപ്പെടുത്തണമെന്ന ചിന്തയിലേക്ക് പോയത്. അങ്ങനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. മറ്റാർക്കും ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്നും അജാസ് പറയുന്നു. നേരത്തെയും മൊഴിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അജാസിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതിനാൽ അതിന് കഴിഞ്ഞിരുന്നില്ല. വണ്ടാരം മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിലാണ് അജാസ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസ് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. പ്രണയനൈരാശ്യമാണ് കുറിക്ക് കാരണമെന്ന് തന്നെയായിരുന്നു പോലീസും പറഞ്ഞിരുന്നത്. അത് ശേഖരിക്കുന്ന തരത്തിലുള്ള മൊഴിയാണ് ഇപ്പോൾ അജാസും മജിസ്ട്രേറ്റിന് നൽകിയിരിക്കുന്നത്. രഞ്ജിനി, ശരി വിനോദ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 16 പുലർച്ചെ ഓടക്കയം നെല്ലായി മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പ്രേമൻ എന്നയാൾക്ക് നഷ്ടമായത് അമ്മ മാത്രമല്ല, സ്വപ്നമായിരുന്ന 90% പണി പൂർത്തിയായ വീട് കൂടിയാണ്. ട്രൈബൽ വാച്ചറായ പ്രേമൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലോൺ എടുത്താണ് വീട് പണി തുടങ്ങിയത്. വീട് തകർന്നുവെങ്കിലും ലോൺ ഇപ്പോഴും പ്രേമൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒഴിവാക്കാനുള്ള ഇദ്ദേഹത്തിന്റെ അപേക്ഷ അധികൃതർ തള്ളി. ഓടക്കയത്ത് നിന്നും CV അനുമോദും സ്വരൂപ് നിവേദിയും തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാൻ 10-15 വർഷമായിട്ട് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. നമ്മുടെ അറിവ് വെച്ച കാലം പോലെ ഒരു നല്ലൊരു വീടുണ്ടാക്കണം എന്നുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഇത് വീടും 10 ലക്ഷം രൂപ ഞാൻ സർക്കാരിന് ലോൺ കൊടുത്തു, ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം ലോൺ കൊടുത്ത് കയ്യിലുണ്ടായിരുന്ന 2-3 ലക്ഷം റുപ്യ എല്ലാം കൂടി സ്വരുക്കൂട്ടിയിട്ട് 10-13-14 ലക്ഷം റുപ്യ മുടക്കി വീടുണ്ടാക്കി. വീടും പോയി, ആ കൂടുതൽ എൻ്റെ അമ്മയും പോയി. ഇനിയിപ്പോൾ ഈ പ്രദേശത്തൊന്നും നമുക്കൊരു താമസിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല, ഒരു വീടുണ്ടാക്കാൻ പറ്റില്ല. ആ വീട്ടിലേക്ക് സാധനം എത്തിക്കാൻ റോഡില്ല. ഉണ്ടായിരുന്ന റോഡിൽ നിന്നാണ് ഞാൻ കൊണ്ടുവന്നിട്ടൊരു 2 ലക്ഷം രൂപ ഏറ്റുകൂലി മാത്രം, തലച്ചോണ്ട് മാത്രം മുടക്കി ഞാൻ കഷ്ടപ്പെട്ട്. തേപ്പ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. തേപ്പിനുള്ള സാധനവും കൂടി ഞാനിവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ആ വീടും പോയി. ഇന്നും നമ്മൾ വീടുമില്ല, കുടിയില്ലാത്ത രീതിയിൽ ഇന്നും നമ്മൾ ആ ക്ലബിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. ലോണുണ്ട്. ലോണിപ്പോൾ മാസടവ് 1000 രൂപ, മാസത്തിൽ 1000 രൂപ ഞാനിപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ്. ചങ്ക് പൊട്ടി മരിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ദൈവസഹായം കൊണ്ട് അല്ലെ ആയുസിൻ്റെ ബലം കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും ഒരു നോർമലായിട്ട്. എൻ്റെ ഭാര്യയ്ക്ക് 3 മാസത്തോളം നോർമലല്ലായിരുന്നു ഇതിൻ്റെ അടിപ്പെട്ടിട്ട്. മാസടവെങ്കിലും തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപേക്ഷ കാര്യങ്ങൾ കൊടുത്തത്. അതുപോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലും സാധിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ കത്ത് വന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് നമുക്ക് വീടുണ്ടാക്കാനല്ല, അല്ലെങ്കിൽ വീട് അനുവദിക്കാനുള്ള ഒരു ഏർപ്പാട് എന്തെങ്കിലും പെട്ടെന്ന് അധികൃതർ എത്രയും പെട്ടെന്ന് ചെയ്തു തന്നാൽ വളരെ ഉപകാരം. സർക്കാർ പുനരധിവസിപ്പിച്ച കുട്ടമ്പുഴ പന്തപ്രയിലെ ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിൽ. പുനരധിവസിപ്പിച്ച് 4 വർഷം കഴിഞ്ഞിട്ടും പന്തപ്ര ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് കൈവശമുള്ള സ്ഥലത്ത് വീട് വയ്ക്കാനോ കൃഷി ചെയ്യാനോ കഴിയുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് അനുമതി നൽകാത്തതാണ് കാരണം. പൂയംകുട്ടിയിലെ ഉൾക്കാടുകളിൽ താമസിച്ചിരുന്ന 400-ലധികം ആദിവാസികളാണ് സർക്കാരിന്റെ ഉറപ്പിന്മേൽ പന്തപ്ര ആദിവാസി കോളനിയിൽ കുടിയേറിയത്. ഉൾക്കാടുകളിലെ വന്യമൃഗങ്ങളുടെ ശല്യത്തെ തുടർന്നായിരുന്നു ഈ കുടിയേറ്റം. കൃഷി ചെയ്യാനും താമസ സൗകര്യത്തിനുമായി 2.5 ഏക്കർ സ്ഥലമാണ് ഓരോ ആദിവാസി കുടുംബത്തിനും 2015-ൽ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയത്. നിലവിലെ സർക്കാർ കൈവശാവകാശം നൽകി. എന്നാൽ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പ് അനുമതി നൽകാതായതോടെ വനാതിർത്തിയിൽ കുടിൽ കെട്ടി കഴിയുകയാണ് 67 ആദിവാസി കുടുംബങ്ങൾ. നമ്മൾ അന്നും പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്, മരം അത്രയും നമുക്ക് നിങ്ങൾ എത്രയും കണ്ടിച്ചൊന്ന് മാറ്റി തന്നാൽ നമുക്ക് ജീവിക്കാം. അടച്ചുറപ്പില്ലാത്ത കുടിലുകളിൽ
സുരക്ഷിതമായി ഒന്നുറങ്ങാൻ പോലും ഇന്നിവർക്ക് കഴിയുന്നില്ല. ഈ പ്ലാസ്റ്റിക് അല്ലേ ഇതിലേക്ക് ഇട്ടേക്കുന്നത്. ഇത് മരം ഒടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് ഇറങ്ങി പോരുകയുള്ളൂ. നമുക്കൊന്ന് എണീറ്റ് മാറാൻ പോലുമുള്ള സാഹചര്യമല്ല. വനപ്രദേശത്ത് കൃഷി ചെയ്യാൻ കഴിയാതായതോടെ ആകെയുണ്ടായിരുന്ന വരുമാനവും ഇല്ലാതായി. സർക്കാർ പുനരധിവസിപ്പിച്ച 67 കുടുംബങ്ങളും ഇന്ന് ആശങ്കയിലാണ്. സമാധാനത്തോടുകൂടി ഒന്നുറങ്ങാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. പന്തപ്രയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം വിനീത VG, ന്യൂസ് 18. കാത്തിരുന്ന കളിയിൽ ഓർത്തുവെക്കാൻ ജയം. ലോകകപ്പിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ. മഴ നിയമപ്രകാരം 89 റൺസിനാണ് ഇന്ത്യയുടെ ജയം. 40 ഓവറിൽ 302 റൺസ് വേണ്ടിയിരുന്ന പാകിസ്ഥാന് 6 വിക്കറ്റിന് 216 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയാണ് മാൻ ഓഫ് ദ മാച്ച്. വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ മൂന്നാമതെത്തി. മത്സരത്തിൽ ഇന്ത്യയുടെ വിജയത്തിന് കാരണമായ 5 ഘടകങ്ങളിലേക്ക്. മുഹമ്മദ് അമീർ, ഹസൻ അലി, വഹാബ് റിയാസ് കൂട്ടുകെട്ടിന്റെ ആദ്യ 10 ഓവർ വിക്കറ്റ് നഷ്ടമാകാതെയും എന്നാൽ റൺ നിരക്ക് ഒരു പരിധിക്കപ്പുറം താഴാതെയും കളിച്ചു രാഹുൽ രോഹിത് കൂട്ടുകെട്ട്. ആദ്യ മണിക്കൂറിനെ അതിജീവിച്ചതോടെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശി ഇന്ത്യൻ താരങ്ങൾ. 136 വെച്ച് രാഹുലിനെ നഷ്ടമായപ്പോൾ എത്തിയ കോഹ്ലി ആദ്യം രോഹിത്തിനും പിന്നീട് ഹാർദിക്കിനും ഒപ്പം ചേർന്ന് ഇന്ത്യൻ സ്കോർ 325 കടക്കുമെന്ന് ഉറപ്പാക്കി. ബാറ്റിൽ പന്ത് കൊള്ളാതിരുന്നിട്ടും തിരിഞ്ഞു നടന്ന കോഹ്ലി 50 ഓവർ വരെ ഉണ്ടായിരുന്നെങ്കിൽ ടീം സ്കോർ 350 കടന്നേനെ എന്ന് വിശ്വസിക്കുന്നവർ ഏറെ. ആദ്യ 10 ഓവറിൽ ഇന്ത്യ വിക്കറ്റ് പോകാതെ 54 ആയിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഒരു വിക്കറ്റിന് 38. ആദ്യ പവർ പ്ലേയിൽ ഇന്ത്യൻ പേസർമാരെറിഞ്ഞ 36 ഫുൾ ലെങ്ത് പന്തുകളിൽ വഴങ്ങിയത് 18 റൺസ് മാത്രം. എന്നാൽ പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട പാക് പേസര കൂടുതലായി ആശ്രയിച്ചത് ഷോർട്ട് പിച്ച് പന്തുകളെ. ആദ്യ 10 ഓവറിലെ 30 ഷോർട്ട് പിച്ച് പന്തുകളിൽ നിന്ന് ഇന്ത്യ 35 റൺസ് എടുത്തു. ബാബർ അസമും ഫഖർ സമാനും കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നുവെന്ന് തോന്നിച്ചപ്പോൾ ഇരട്ടപ്രഹരവുമായി കുൽദീപ്. 1-ന് 117 എന്ന നിലയിൽ നിന്ന് 5-ന് 129 തകർന്നു പാകിസ്ഥാൻ. ഫീൽഡിലെ പാകിസ്ഥാന്റെ ചോരുന്ന കൈകളും ഇന്ത്യക്ക് തുണയായി. 40 പിന്നിടുന്നതിന് മുമ്പ് 2 തവണയാണ് രോഹിത് റണ്ണൌട്ടാകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടത്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. 9 മണി ഒറ്റനോട്ടം പൂർണ്ണമാവുന്നു. നമസ്കാരം.